ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. മൃതദേഹം അർജുൻ്റേതാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധന ഇന്ന് നടക്കാൻ പോവുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് പൂർത്തിയാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പൂർണ്ണ ചെലവ് വഹിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അർജുൻ്റെ ട്രക്ക് കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് രാവിലെ കരയ്ക്ക് കയറ്റുകയും ചെയ്യും. അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ മിഥില ബാലൻ കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ, ഇനി അവിടെ പൂർത്തിയാക്കാനുള്ള നടപടികൾ, DNA പരിശോധന, മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്ന നടപടി, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? റീജിത്ത്, ഈ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് അർജുന്റെ മൃതദേഹം ആ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്, അതിൽ വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നതാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഈ DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് DNA പരിശോധന നടത്തും. നേരത്തെ തന്നെ അർജുന്റെ സഹോദരന്റെ DNA സാമ്പിൾ ഇവിടെ ശേഖരിച്ചിരുന്നു. അപ്പോൾ ആ നടപടി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നതാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെയോടെ ഈ DNA പരിശോധനാ ഫലം ലഭിച്ചാൽ നാളെ തന്നെ മൃതദേഹം ഈ കുടുംബത്തിന് കൈമാറും. അതിനുശേഷം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാം എന്ന രീതിയിലായിരിക്കും ഇത് ക്രമീകരിക്കുക. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ അർജുൻ്റെ മൃതദേഹമുള്ളത് കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിലാണ്. അവിടെ ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം അവിടെ മോർച്ചറിയിലാണ് മൃതദേഹം ഇപ്പോൾ നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിൽ നിന്നുൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം പൂർണ്ണമായും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ നടപടികൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കും എന്നതും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തലത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ നടപടികൾ നടക്കുന്നുണ്ട്. അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് എന്തായാലും നടക്കുക. നമുക്കറിയാം, 72 ദിവസത്തിന് ശേഷമാണ് അർജുൻ്റെ മൃതദേഹം ഈ പുഴക്കടിത്തട്ടിൽ ഈ ലോറിയുടെ ക്യാബിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഏറെ താമസമില്ലാതെ അത് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രക്ക് ഇതുവരെ കരയിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഏറെ വൈകിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും 2 തവണയായി ഈ ഇരുമ്പ് വടം പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് കൂടുതൽ ഭാരം വഹിക്കാൻ പറ്റുന്ന ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ട്രക്ക് മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി, കരക്കേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇന്ന് രാവിലെ തന്നെ നടക്കും. അതിനുശേഷം ഈ ലോറിയിലും പരിശോധന ഉണ്ടാകും എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. റിജിത്ത്, ശരി. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു ശിരൂരിൽ നിന്ന്. അവിടെ അർജുൻ്റെ മൃതദേഹം, അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും. അതുപോലെ വളരെ വേഗത്തിൽ തന്നെ ആ നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ അത് വേഗത്തിലാക്കാൻ സർക്കാരും ജില്ലാ ഭരണകൂടവുമൊക്കെ അവിടെ ശ്രമം തുടരുകയാണ്. മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിൽ നിന്ന്. മിഥില, കഴിഞ്ഞ 72 ദിവസമായുള്ള ചോദ്യത്തിന് ഉത്തരമാവുന്നുണ്ട്. ഈ വാർത്ത തന്നെ ഏതാണ്ട് പ്രതീക്ഷിച്ചതുമാണ് ആ കുടുംബം. എന്താണ് അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ, മിഥില? രജിത്തെ, നമ്മളിപ്പോൾ വീടിന് സമീപത്താണുള്ളത്. വീടിനടുത്തേക്ക് പോയിട്ടില്ല. കാരണം ഇന്നലെ തന്നെ അവരൊരു അഭ്യർത്ഥന വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ 72 ദിവസമായി ആ കുടുംബത്തെ മുഖാമുഖം നമ്മൾ കാണുന്നതാണ്. അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടത് മാധ്യമങ്ങൾ വീടിന് മുന്നിൽ നിൽക്കരുത്, അവർക്ക് വലിയ രീതിയിലുള്ളൊരു മാനസിക പ്രയാസം അത് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു അഭ്യർത്ഥന അവർ മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ ആ വീടിന് മുന്നിലേക്ക് നിലവിൽ ഇപ്പോൾ പോയിട്ടില്ല. ഇന്നലെ നമ്മൾ ഈ ഒരു വിവരം അറിഞ്ഞതു മുതൽ നമ്മൾ കണ്ടതാണ് അങ്ങോട്ട് നാട്ടുകാരുടെയും അർജുൻ്റെ സുഹൃത്തുക്കളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാവരും എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നാളെയാണ് അർജുൻ്റെ മൃതദേഹം വീട്ടിൽ എത്തിക്കുക. കഴിഞ്ഞ 72 ദിവസം ആ ഒരു കുടുംബം കാത്തിരിക്കുകയായിരുന്നു. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് ആ പ്രതീക്ഷ കൈവിടിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടിയാൽ മതി എന്ന ഒരു കാര്യമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷക്രിയകൾ നടത്താൻ തങ്ങളുടെ മകൻ്റെ ഒരു മൃതദേഹം എങ്കിലും വീട്ടിൽ എത്തിയാൽ മതി എന്ന ഒരു ആവശ്യമായിരുന്നു ആ ഒരു കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ അവർക്ക് ഒരു ആശ്വസിക്കാം. പക്ഷേ വലിയൊരു സങ്കടക്കടലായി തന്നെയാണ് ഈ ഒരു കണ്ണാടിക്കൽ പ്രദേശം, ഈ ഒരു നാടുള്ളത്. അർജുനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 20ാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ തലയിലേറ്റി വളയം പിടിച്ചുകൊണ്ട്
ജോലിക്കിറങ്ങിയ ഒരു ആളാണ് അർജുൻ. ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും അർജുനിലായിരുന്നു. നമ്മൾ സാധാരണ വാക്കിൽ പറയുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു അത്താണി അല്ലെങ്കിൽ ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ച ഒരു ചാലക ശക്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അർജുനെ. അത്തരത്തിലുള്ള ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ആ കുടുംബത്തിൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന വികാരങ്ങൾ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 72 ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഒരു അർജുനെ ജൂലൈ 16 ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുൻ്റെ ലോറി അകപ്പെട്ട ആ ഒരു സമയം മുതൽ മാധ്യമപ്രവർത്തകർ നമ്മളെല്ലാവരും തന്നെ ആ ഒരു കുടുംബത്തിനൊപ്പമുണ്ട്. അവരുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഓരോ പ്രതികരണങ്ങളും അവരുടെ ആവശ്യങ്ങളും എല്ലാം സർക്കാരിൻ്റെ മുന്നിലും കർണാടക സർക്കാരിൻ്റെ മുന്നിലും നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലെല്ലാം എത്തിച്ചുകൊണ്ട് മാധ്യമങ്ങളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു നാട് കണ്ണാടിക്കൽ എന്ന പ്രദേശം വലിയ ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാളെ ആയിരിക്കും അർജുൻ്റെ മൃതദേഹം എത്തിക്കുക. ആ കുടുംബം മകൻ്റെ ശേഷക്രിയ ചെയ്യാനായി ആ ഒരു മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ അതിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 72 ദിവസം ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ അർജുൻ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ആദ്യഘട്ടത്തിലെല്ലാം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ മകനെ ജീവനോടെ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പിന്നീട് ഓരോ പ്രതിസന്ധി ശരി, മിഥില ബാലൻ കണ്ണാടിക്കലിൽ നിന്ന് അർജുൻ്റെ വീട് ഉള്ള കണ്ണാടിക്കലിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അർജുൻ്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. സ്വാഭാവികമായും പൂർത്തിയാക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. DNA പരിശോധന പോലുള്ള നടപടികൾ. അത് പൂർത്തിയായാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും എന്നാണ് കർണാടക സർക്കാർ അറിയിച്ചിട്ടുള്ളത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.